ദേവാലയ ശുദ്ധീകരണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മലാക്കി 3:1, സക്രിയ 14:21 തിരുവചന ഭാഗത്തിൽ വരാൻ പോകുന്ന മിശിഹ ദേവാലയത്തിൽ പരിശോധനയ്ക്ക് വരും. എൻ്റെ ആലയത്തിൽ ഇനിയൊരു വ്യാപാരിയും ഉണ്ടായിരിക്കുകയില്ല. ഈ പ്രവചനമാണ് ഈശോ പൂർത്തിയാക്കുന്നത്. ഏശയ്യ 56:7 തിരുവചനം എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സമാന്തര സുവിശേഷ ഭാഗത്ത് മർക്കോസ് 11:16 ഈശോ ഒരു കാര്യം കൂടി ചെയ്യുന്നതായിട്ട് മർക്കോസ് സൂചിപ്പിക്കുന്നുണ്ട്. പാത്രങ്ങൾ ചുമന്നുകൊണ്ടു പോവാൻ ആരെയും അവൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്ക് ദേവാലയത്തിലെ ശുശ്രൂഷകൾ മുടങ്ങി. ഇത് ഒരു സൂചനയാണ് ഈശോ നൽകിയത്. ഇത് കഴിഞ്ഞ് 41 വർഷം കഴിയുമ്പോൾ റോമൻ പട്ടാളം വന്ന് ദേവാലയത്തെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഈശോ അവർക്കൊരു വാണിംഗാണ് കൊടുത്തത്. നിങ്ങൾ ഇന്നത് തിരുത്തിയില്ലെങ്കിൽ ഞാനിന്ന് 10 മിനിറ്റ് നേരത്തേക്കാണ് ശുശ്രൂഷകൾ നിർത്തിയുള്ളൂ. നിങ്ങളിത് തുടർന്നാൽ പിന്നെ എന്നേക്കുമായിട്ട് ദേവാലയത്തിലെ ശുശ്രൂഷ നിർത്തപ്പെടും. നമുക്കറിയാം, പിന്നീട് റോമൻ പട്ടാളം വന്ന് ദേവാലയം അഗ്നിക്കിരയാക്കുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം അത് നശിപ്പിച്ചു കളയുന്നു. പിന്നീട് ഇന്ന് വരെ അവിടെ ബലിയർപ്പണം ഉണ്ടായിട്ടില്ല. ചില കാര്യങ്ങൾ തിരുത്തേണ്ടതുണ്ട്. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.